ഹായ് വെൽക്കം വ്യൂവേഴ്സ്. ഇവിടെ ഞാൻ വിചാരിച്ചു നമുക്കിവിടെ ഒരു ഓഡിയോ കൊടുത്ത് കളയത്, പക്ഷേ ഒരു രക്ഷയില്ല. ഓൺ വോയിസ്, ലൈവ് വോയിസ് ആണ്. കാരണം അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഏറ്റവും നല്ലത് ഇതാണ്. മനോഹരമായ സ്ഥലമാണ്. അതാ നോക്ക്, നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. അതിമനോഹരമായ സ്ഥലമാണ് ഇവിടെ. ഒരു റോക്ക് ഏകദേശം ഒരു 50-55 മീറ്ററോളം റോക്ക് ഇങ്ങനെ കിടക്കുകയാണ്. അതിമനോഹരത. ഒരു ബാക്ക്ഗ്രൗണ്ട് കണ്ടോ? അടിപൊളിയായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടാണ്. നല്ല വെളിച്ചമുണ്ട്, മഞ്ഞൊന്നുമില്ല. സാധാരണ ഇവിടെ വരുമ്പോൾ നല്ല മഞ്ഞാണ്. ഇപ്പോൾ നല്ല ക്ലിയറായിട്ട് നമുക്ക് ഈ വ്യൂ കാണും. വളരെ വലിയ ഒരു സംഭവമാണിത് കേട്ടോ. നല്ല രസമാണ്. എല്ലാവരും ഇവിടെ വരിക. വളരെ മനോഹരമായിട്ടൊരു സ്ഥലം, അതിമനോഹരമായിട്ടുള്ള സ്ഥലം. ഞാൻ നിൽക്കുന്ന സ്ഥലം ഏതെന്ന് പറയട്ടെ, നമ്മൾ നേരത്തെ പറഞ്ഞ പ്ലാങ്കുടി എക്കോ ടൂറിസത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഇപ്പോൾ ഡെവലപ്മെൻറ്റ് വരാൻ വളരെ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് പ്ലാങ്കുടി എക്കോ ടൂറിസം. പ്ലാങ്കുടി എന്ന പേര് വന്നത് തന്നെ നിങ്ങൾ യൂട്യൂബിലൊക്കെ ഒരുപാട് പേര് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പ്ലാവ് കുടി എന്ന് പറഞ്ഞാൽ ഒരുപാട് സമൂഹം, ആദിവാസി സമൂഹം താമസിച്ചിരുന്ന സ്ഥലം. കുടി ഊര് എന്നറിയോ, ഊര് മൂപ്പൻ എന്നൊക്കെ കേട്ടിട്ടില്ല. അതുപോലെ ഈ പ്ലാങ്കുടി എന്ന് പറയുന്ന സ്ഥലം പ്ലാവുകളുണ്ടായിരുന്നെന്ന് പറയുന്നത്. പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇത് നമുക്ക് ആവശ്യമുണ്ട്. പ്ലാവ് കൂടുതലുണ്ടായിരുന്നുകൊണ്ടാണോ മറ്റെന്തെങ്കിലും തമിഴ് വാക്കുകളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു അറിയണം. കാരണം തമിഴ്നാടുമായിട്ട് വളരെ ചേരുന്ന ഭാഗങ്ങളാണ് ഇതൊക്കെ. കൂടുതലും ആൾക്കാർ തമിഴ് വംശജരായിട്ടുള്ള ആൾക്കാർ നമ്മളിവിടെ വന്നാൽ നമ്മൾ ചായയൊക്കെ കുടിക്കുമ്പോഴൊക്കെ ഒരുപാട് തമിഴ് വംശജരായിട്ടുള്ള ആൾക്കാർ ഇവിടെ കാണുന്നതാണ്. നിങ്ങളിവിടെ വരുമ്പോഴേക്കും ഈ പാറ നമ്മളിവിടെ നിന്നിട്ട്, എൻട്രൻസിൽ നിന്നിട്ട് നമ്മൾ നേരെ നോക്കുന്നത് കുനിച്ചി മലയാണ്. ഇത് നമ്മൾ യൂട്യൂബിലൊക്കെ നമ്മൾ ധാരാളം ഇതിൻ്റെ മുകളിൽ കയറുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ ആനയുടെ മസ്തകം പോലെ ഇരിക്കുന്ന ഭാഗമാണ് കുനിച്ചിമല. ഇവിടെ നമുക്കിപ്പോൾ നല്ല ക്ലിയർ സ്കൈ ആണ്, അതുകൊണ്ട് നല്ലതുപോലെ കാണാം. ഇനി നമ്മൾ നോക്കിക്കേ, ഈ ഭാഗം തൊട്ട് റൈറ്റിലോട്ട് വന്ന് നമ്മൾ സൂം ഇൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പച്ച നിറത്തിൽ നമ്മളെ വെള്ളറട കുരിശുമല തീർത്ഥാടനം നടത്തുന്ന കുരിശുമലയാണ് ആ കാണുന്നത്. കണ്ടോ? അവിടെ നിന്ന് പിന്നെയും നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ യൂട്യൂബിലൊക്കെ വളരെ ഇതായിട്ട് കാണുന്ന അവിടെ നമ്മൾ കുറച്ചുകൂടെ സൂം ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നറിയില്ല. അവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ ആ കാണുന്നത് കാളിമലയാണ്. കാളിമലയിലെ ക്ഷേത്രത്തിൻ്റെ അവിടെ ഓടിട്ടിരിക്കുന്നത് നമുക്ക് കാണാം. ഓടിൻ്റെ കളറിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഈ ഓടിൻ്റെ കളറിൽ നമുക്ക് ആ തിളങ്ങുന്നത് റിഫ്ലക്റ്റ് ചെയ്ത് കാണുന്നത് കാളിമലയും, അവിടെ നിന്ന് നേരെ നമ്മൾ ഇവിടെ ഈ ഭാഗമായപ്പോൾ ഈ ഭാഗത്ത് ഇവിടെ കാണുന്നത് കുരിശുമലയും. തീർത്ഥാടനം നടക്കുമ്പോൾ നമുക്കറിയാം. പിന്നെ നമ്മൾ ഈ കാണുന്ന വളരെ അതിഭീമാകാരനായ ആനയുടെ മസ്തകം പോലെ ഇരിക്കുന്ന കുനിച്ചി. അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് ഇവിടെ ഒരു നരിമടയുണ്ട്. നരി എന്ന് പറഞ്ഞാൽ കുറുനരി, കുറുക്കൻ, അങ്ങനെയുള്ള നരി, അല്ലെങ്കിൽ ഈ ഭാഗത്തിലുള്ള ഫോക്സ് ടൈപ്പിലുള്ള അങ്ങനെയുള്ള ആ ജീവികൾ കിടന്നിട്ടൊരു സ്ഥലം. എന്നാൽ അതല്ലാതെ തന്നെ ഇവിടെ പണ്ട് ഗോത്രവർഗ്ഗങ്ങളും ആദിവാസികളൊക്കെ ഒരുമിച്ച് പാർത്തിരുന്ന സ്ഥലമായതുകൊണ്ടാണ് കുടി എന്ന പേര് വന്നത്. അത് നമുക്ക് ഈ പാറയുടെ ഒരു രീതി കാണുമ്പോൾ തന്നെ അറിയാം അത് എവിടെയാണ്. അപ്പോൾ ഇവിടെ വരുന്ന പലർക്കും അറിയില്ല. ഇതാണ് നമ്മൾ കയറി വരുന്നതിലേക്ക് നമുക്ക് ഇത് പറയാം. ഇതാണ് നമ്മുടെ ഇവിടെ ടവർ. ഈ ടവർ വാച്ച് ടവറിൻ്റെ സ്റ്റാർട്ടിങ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആ ടവറിൽ നിന്ന് നേരെ വരിക. അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ തെക്ക് ഭാഗത്തേക്ക്, സൗത്ത് ഭാഗത്തേക്ക് പോവുക കേട്ടോ. കറക്റ്റ് അതാണ്. ഈ മല കയറി പല വഴി കൂടെ പോകാം, പക്ഷെ ഭയങ്കര ചുറ്റാണ്. നിങ്ങൾ നേരെ ഇങ്ങനെ മുകളിലേക്ക് പോവുക. ഇറങ്ങിയ ഉടൻ തന്നെ ഇറങ്ങിയ ഉടൻ തന്നെ റൈറ്റിലോട്ട്, ഈ റൈറ്റിലോട്ട് പോകുമ്പോൾ തന്നെ കാണാം. കൺഫ്യൂഷൻ വേണ്ട കേട്ടോ, ഒത്തിരി താഴെ ഇറങ്ങിപ്പോരുത്. അത് കണ്ടോ? അത്രയേ ഉള്ളൂ. അതാണ് ആ ഗുഹ. കൺഫ്യൂസ്ഡ് ആയിട്ട് പല സ്ഥലത്തും പോകേണ്ട ആവശ്യമില്ല. ഇപ്പം ഞാനങ്ങനെ കൺഫ്യൂസ് ആയിട്ട് താഴെ പോയിട്ട് വരികയാണ്. അതാണ് അണയ്ക്കുന്നത്. ഒത്തിരി താഴെ ഇറങ്ങിപ്പോയി. ഇതിവിടെ നിന്ന് വീണ്ടും താഴേക്ക് നേരെ പോയാൽ താഴെ ഒത്തിരി പോകാനുണ്ട്. അങ്ങോട്ട് പോകേണ്ട അവിടെ ഇല്ല. അതായത് ഈ പാറയുടെ ശരിക്കും പറഞ്ഞാൽ റൈറ്റ് സൈഡിലായിട്ടാണ് വരുന്നത്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടാണ്. ഈ ഫസ്റ്റ് ഇറങ്ങിയാൽ തന്നെ നിങ്ങൾ റൈറ്റിലോട്ട് തിരിഞ്ഞ് ഈ താഴത്തെ ഇവിടെ അവിടെ ഇറങ്ങണം. കണ്ടോ? എന്നിട്ട് നേരെ നമുക്ക് അവിടെ പോയി നോക്കാം. നമുക്ക്
കണ്ടാൽ മനസ്സിലാവും അല്ലേ. വർഷങ്ങൾ കൊണ്ട് ഇതുപോലെ സ്കെയിൽ വെള്ളം ഒലിച്ചോ വന്ന് വീണു ഇതുപോലെ സ്കെയിലായിട്ട് പാറകൾ പൊട്ടി ഗുഹ പോലെ ആകുന്ന ഒരു ഭാഗമാണ് നമ്മൾ കാണുന്നത്. പ്ലാക്കുടി എക്കോ ടൂറിസത്തിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള പ്ലാക്കുടിയിലെ ഗുഹയാണ്. ഇതിനെ നരിമട എന്നൊക്കെയാണ് പറയുന്നത്. ഇതാണ് ഇതിലൊക്കെ പറയുന്നത് നമ്മൾ ഗുഹ പോലെ ഇരിക്കുന്നത്. അവിടെ ആൾക്കാർ താമസിച്ചിരുന്നതായിട്ടൊന്നും തോന്നുന്നില്ല. ഇതൊരു നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ പാറ അടർന്നു വീണുണ്ടായൊരു ഗുഹയാണ്. നല്ല രസമുണ്ട്. പക്ഷേ ഭയങ്കര രസകരമായിട്ടുള്ള വലിയ കുഴികൾ, അകത്തോട്ട് തുരങ്കങ്ങളൊന്നും തന്നെ ഇല്ല ഈ പറയുന്ന പോലെ. നമ്മൾ അങ്ങനെ പ്ലാക്കുടി ഒക്കെ വന്ന് എക്സ്പ്ലോർ ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ എന്നറിയില്ല. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അടിക്കുക, ഓക്കെ, ലൈക്ക് അടിക്കുക. ഇത് വീഡിയോ കണ്ടിട്ട് സ്കിപ്പ് ചെയ്ത് പോയല്ലോ, വീഡിയോ കണ്ടിട്ട് ലൈക്ക് അടിക്കാൻ മറന്നു പോകുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇനി പുതിയ നമ്മുടെ ബ്ലോഗുമായിട്ട് അടുത്ത ഒരു സ്ഥലത്തിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഇവിടെ ഒന്ന് ഈ നരിമടയിൽ വെച്ച് തന്നെ നിങ്ങളുടെ അടുത്ത് സൈൻ ഓഫ് ചെയ്യുകയാണ്. ടേക്ക് കെയർ, ബൈ ബൈ.